മിനിസ്റ്ററെ, ഈ ജനപ്രതിനിധികൾക്കെതിരെയുള്ള വിമർശനമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടറെ കുറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം അപകീർത്തികരമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടും ചോദിച്ചു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെൻറ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെ ആയിരുന്നില്ല. അദ്ദേഹം ഒരു വർഷം 2000-ഓളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാർഡിയോതൊറാസിക് സർജറി, അത് ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജാണ്. അത്രയും റെക്കോർഡുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഡോക്ടർ TK ജയകുമാറിൻ്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലും, കോവിഡ് കാലഘട്ടത്തിൽ പോലും, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ എന്നും ഭക്ഷണം കൊടുക്കാൻ എടുത്തിക്കൊണ്ടിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു 15,65,000 പേർക്ക് 2 വർഷം ഞങ്ങൾ കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് സൗജന്യമായി. ഈ സമയത്ത് ചെല്ലുമ്പോഴെല്ലാം ഈ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സർജറിയില്ല. ആ കാലത്ത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജും അടച്ചിട്ടു തിയേറ്റർ. പക്ഷേ മംഗലാപുരത്തു നിന്നും മധുരയിൽ നിന്നും വന്ന രോഗികളെ പോലും അന്ന് രാത്രി മെനക്കെട്ട് നിന്ന് സർജറി നടത്തിയിട്ട് എനിക്കറിയാം. 10 വയസ്സുകാരോടും അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കില്ല. ആർക്കും ഒരാക്ഷേപമില്ല. കയ്യിൽ നിന്ന് ശമ്പളം എടുത്തിട്ട് ചില രോഗികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ മറ്റ് 2-3 കാര്യം കൂടി സാക്ഷ്യപ്പെടുന്നു. ഒന്ന്, നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. 2, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും വാൽവ് റീപ്ലേസും ബൈപ്പാസ് സർജറിയും നടത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. 3 പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ റെക്കോർഡിട്ട് മുന്നിൽ വന്നിരിക്കുന്നു. അതിൽ അന്നത്തെ ഡോക്ടർ VL ജയപ്രകാശും സാറും അതിൻ്റെ നേതൃത്വപരമായ പങ്കുവച്ചിരുന്നവരാണ്. അതേപോലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ടെസ്റ്റ് ശിശു ജനിച്ച സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആദ്യത്തെ ട്രോമ ICയിലെ 1000-ൽ പരം കീഹോൾ സർജറി നടന്ന ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആദ്യത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കും. ഇങ്ങനെ പാവപ്പെട്ടവന് 10, 40, 50 ലക്ഷം ചിലവേണ്ടി വരുന്ന ഈ വലിയ ശുശ്രൂഷകൾ ചുരുങ്ങിയ പൈസയ്ക്ക് ചെയ്തു കൊടുത്ത് ഈ മെഡിക്കൽ കോളേജിനെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള 100%, അത് 24, ചിലപ്പോൾ 2-3 മണിക്കൂർ ചിലപ്പോഴൊക്കെ ഉറങ്ങാറുള്ളൂ. നമ്മുടെ രോഗിയുടെ കാര്യം വല്ലയിടത്ത് നോക്കുന്ന വിളിച്ച് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കും, ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കും. രോഗിയെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗി ബോധം വീണിട്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പോകും. ഇങ്ങനെയുള്ളൊരു ഡോക്ടറെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ വിളിച്ചു പറയാൻ ഈ പറയുന്നവരുടെ സ്വഭാവവും ആ സംഘടനയുടെ ശീലവുമായിരിക്കാം. ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നവരും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ദൈവതുല്യമായി അങ്ങനെ കാണുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. അത്രത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയ ആളാണ് ഡോക്ടർ TK ജയകുമാർ. ഞാനിത് വെറുതെ പറയുന്നില്ല, ഞാൻ സാക്ഷിയാണ് പലപ്പോഴും. അങ്ങനെയുള്ള ഡോക്ടറെക്കുറിച്ച് ഞാൻ അനാവശ്യം പറയാമോ? അങ്ങനെ ആരെക്കുറിച്ച് ഒരു അനാവശ്യം പറയില്ല. ഇതൊക്കെ പറയുന്ന ആ സംഘടനയെക്കുറിച്ച് പോലും അദ്ദേഹം അനാവശ്യം പറയില്ല. ഞങ്ങളൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗമായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെക്കുറിച്ചും അനാവശ്യം പറയില്ല. നിങ്ങളങ്ങനോട് സംസാരിച്ച് നോക്കും, എത്ര സൗമ്യ ഭാഷയിലാണ് കാര്യങ്ങൾ. ഏറ്റവും വിനയാന്വിതനായി നിന്നിട്ട് ഒരഹന്തയില്ലാതെ അങ്ങനെയുടെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല നിലയിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടർ അങ്ങനെക്കുറിച്ച് അനാവശ്യം പറയാമോ? അങ്ങനെ ഒരിക്കലും ആരെക്കുറിച്ച് ഒരാക്ഷേപം പറഞ്ഞ് ആരെയും കളങ്കപ്പെടുത്താൻ വരുന്ന ആളല്ല. അപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഞാനും കേൾക്കാം. എനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ് തോന്നി. നമുക്കൊക്കെ എന്ത് വേണമെങ്കിലും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആക്ഷേപം കേൾക്കേണ്ടതുണ്ടോ? ആകെ വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കോടികൾ കൊടുത്ത് കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ പ്രൈവറ്റ് ആശുപത്രിക്കാരെ നീക്കി എങ്ങനെ പോലും ഡോക്ടറെ കിട്ടും. ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും അദ്ദേഹത്തെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു ജോലി ചെയ്യുന്ന ഞാൻ ഒരുപാട് ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിലെയും എല്ലാ സ്ഥലത്തെയും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുള്ള ആളാണ്. എല്ലാ നിലയിലുള്ള ഡോക്ടർമാരുമായിട്ട് സൗഹൃദമുണ്ട്. പക്ഷേ ഇത്രയേറെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു സൂപ്രണ്ട് എന്ന രൂപത്തിൽ അഡ്മിനിസ്ട്രേഷൻ്റെ രംഗത്തും ഫിഷഗ്വരൻ എന്ന രൂപത്തിൽ തൻ്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചും സർജറിയുടെ രംഗത്തും എല്ലാം ഒരു ഓൾറൗണ്ടറായി നിന്നുകൊണ്ട് പബ്ലിക്കിനോടുള്ള സമീപനം നിങ്ങൾ പരിശോധിക്കും. എത്ര വിനയാന്വിതനായിട്ടാണ് അങ്ങനെ ഇടപെടുന്നത്. പല സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പള്ളിക്കത്തോട്ടിലെ ഒരു രോഗി കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പല ആശുപത്രിയിലും പോയിട്ട് നടക്കാത്ത ഈ പുറത്തൊരു ട്യൂമർ വന്നിട്ട് 42 കിലോ ഉണ്ടായിരുന്നു. എല്ലാവരും ഒഴിവാക്കി വിട്ടു. അദ്ദേഹമാണ് അദ്ദേഹത്തെ സർജറി നടത്തി. അദ്ദേഹം വന്ന് കാൽക്കൽ വീഴുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ്.
അങ്ങനെ ഈ മെഡിക്കൽ കോളേജിനെ അദ്ദേഹം സ്വന്തം കുടുംബം പോലെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പം അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ആ ബിൽഡിങ്ങിന്റെ കാര്യത്തിലും അദ്ദേഹം തന്നെ, നിങ്ങൾ കേക്ക് ആ വിലക്ഷയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അദ്ദേഹം ആദ്യം തൊറാസിക് സർജറിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നെ തന്നപ്പോൾ അന്ന് ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിൻ്റെ അത് പാസ്സാക്കി കോട്ടയം MLA ആയിരിക്കുന്ന കാലത്തിൽ 27ാം പൊക്കം ഓർഡർ തന്നു ശ്രീമതി ടീച്ചർ. അതുകൊണ്ട് കൊടുത്താണ് അദ്ദേഹം ഈ ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും തുടങ്ങിയത്. 1000 സർജറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഒരു വർഷം 1000 ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2000 വരെ അദ്ദേഹം ചെയ്യാറ്. അത് ആ കാലഘട്ടത്തിൽ ഈ ബിൽഡിങ്ങിന് വിലക്ഷയം ഉണ്ടായപ്പോൾ LDF ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഉൾപ്പെടെ, അദ്ദേഹം സൂപ്രണ്ടായ ഘട്ടത്തിൽ തന്നെ മുൻകൈ എടുത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി, നമ്മുടെ ശൈല ടീച്ചറാണ് ആരോഗ്യമന്ത്രി, ടീച്ചറുടെ മുമ്പിൽ പോയി വിഷയം അവതരിപ്പിച്ച് അപ്പം തന്നെ ടീച്ചർ ഫയൽ ഓപ്പൺ ചെയ്ത് അതിനാവശ്യമായ ഫണ്ടിന് വേണ്ടി മൂവ് ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ട് മുഖ്യമന്ത്രിയും കൂടെ ഇടപെട്ട് കിഫ്ബിന്ന് ഫണ്ട് തന്ന് ഇപ്പോൾ 526 കോടി രൂപ കിഫ്ബിന്ന് ആദ്യ റൗണ്ടിൽ അനുവദിച്ചു. അതിലൊന്ന് 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്ക്, 2 365 ബെഡും അതേപോലെ 12 ഓപ്പറേഷൻ തിയേറ്ററുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഈ 2 ബ്ലോക്കുകളും ഇപ്പോൾ അതിൽ സർജിക്കൽ ബ്ലോക്ക് തീർന്നു, മറ്റേത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. ഈ കൂട്ടത്തിൽ നബാർഡിൻ്റെ 36 കോടി രൂപ മുടക്കി കാർഡിയോളുടെ സെക്കൻഡ് ഫേസ് തീർന്നു. ഇനി ഉപകരണങ്ങൾ വന്നാൽ അതും സ്റ്റാർട്ട് ചെയ്യാം. ഇൻഫെക്ഷസ് ഡിസീസിന് ഇപ്പോൾ 10 കോടി രൂപ മുടക്കി അതിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അതിനു മുമ്പ് നമ്മുടെ ഇപ്പം നിങ്ങൾ ആ OP ബ്ലോക്ക് കാണുന്നില്ലേ, അതിൻ്റെ പുറകെ നടന്നും ഡ്രോമ ICക്ക് 57 സ്റ്റാഫ് ഇല്ലാന്നിട്ട് ഡ്രോമ IC തുടങ്ങിയിരുന്നില്ല. അത് തുടങ്ങാൻ വേണ്ടി അദ്ദേഹമാണ് ഫയലുമായിട്ട് വന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അങ്ങനെയാണ് ഡ്രോമ IC സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഈ കാര്യത്തിലെല്ലാം ഹോസ്പിറ്റലിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല താല്പര്യമെടുത്ത് മുന്നോട്ട് വരികയും അതിൻ്റെ കൂടെ ഗവൺമെൻറ്റും ആക്ട് ചെയ്തു. ഗവൺമെൻറ് ഇതിൻ്റെ AS തന്ന് TS തന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നതുകൊണ്ട് കുറച്ച് ദിവസം ആളത്തിന് പണി നിർത്തിവെക്കേണ്ടി വന്നു. അതെല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ. അതിനുശേഷം ആ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ 8 നിലകളിലായി 565 ബെഡ് പൂർത്തീകരിച്ച് ഇപ്പോൾ അൾട്രാസൗണ്ട് വന്നു, CT സ്കാനിങ് വന്നു, MRI സ്കാനിങ് വന്നു. അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ നമുക്ക് സർജിക്കൽ ബ്ലോക്കിലെ IC യൂണിറ്റ് വന്നു, 42 ബെഡോടുകൂടി ക്രിട്ടിക്കൽ കെയർ IC ആയി. ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റുന്ന മീറ്റിംഗ് ആണ് കഴിഞ്ഞ 30-ാം തീയതി നടന്നത്. മെയ് 30-ാം തീയതി ആരോഗ്യമന്ത്രി ഞാനും പങ്കെടുത്ത്, അദ്ദേഹം ഉൾപ്പെടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഞങ്ങൾ മീറ്റിംഗ്, കളക്ടർ ഉൾപ്പെടെ കൂടിയിട്ടെടുത്ത തീരുമാനം ഈ സർജിക്കൽ ബ്ലോക്കിലേക്ക് ഈ ബിൽഡിങ്ങിന് പേഷ്യൻസിനെ ജൂലൈ മാസത്തിൽ ഷിഫ്റ്റ് ചെയ്യാം. തുടർന്ന് നമുക്ക് ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഉദ്ഘാടനം കാത്ത് നിൽക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് മാറ്റുകയാണ് അനിവാര്യം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പേഷ്യൻസിനെ മാറ്റാനുള്ള ക്രമീകരണത്തിലേക്ക് വന്നു. ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഇനി അവിടെ നടക്കാനുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് ബാക്കി അവിടെ എന്താണ് കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും ഈ മെഡിക്കൽ കോളേജിനെ കണ്ട് ഇതിനെ തകർക്കാനല്ല, എത്രയോ പാവങ്ങളുടെ ജീവിതം സംരക്ഷിക്കപ്പെട്ട ഒരു ആതുരാലയമാണ്. കോടിക്കണക്ക് പെർ ഡേ 7000 OP ആണ് അവിടെ ഉള്ളത്. 7600 OP വരുന്ന ദിവസമുണ്ട് പെർ ഡേ കോട്ടയം മെഡിക്കൽ കോളേജ്. 1000കണക്കിന് IP ഉണ്ട്. അവർക്കെല്ലാം ഈ ശുശ്രൂഷ ലഭിക്കുന്ന എത്രയോ പാവങ്ങൾ. ഇപ്പം ഞാനൊരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു പേഷ്യൻറ്റെയും കൊണ്ട് ഗ്ലോബലി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 53 ലക്ഷം രൂപ ചിലവായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സർജറി കഴിഞ്ഞ് പോകുന്നൊരു പേഷ്യൻറ്റിന് 2-3 ലക്ഷം രൂപ അതിൻ്റെ മരുന്നും മറ്റ് കാര്യങ്ങൾക്ക് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ടവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം തന്നെ കാശ് മുടക്കിയാണ് അതിരമ്പുഴക്കാരൻ ഒരാളിൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞു വിട്ട് ഹാർട്ട് കൊണ്ടിരിക്കുകയല്ല, അദ്ദേഹം പോയി തിരുവനന്തപുരത്ത് പോയി ആംബുലൻസും കൊണ്ടുപോയി അവിടുന്ന് സർജറി ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ചെയ്തത്. അത്രയും കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യുന്ന ഡോക്ടറും ആശുപത്രിയും വികസനത്തിന് വേണ്ടി ഒരുപോലെ തന്നെ മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സർജിക്കൽ ബ്ലോക്ക് 565 ബെഡോടുകൂടി ഇപ്പോൾ ഇന്നലെ പേഷ്യൻസിനെ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് മുൻകരുതലെടുത്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഇപ്പോൾ 365 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററും അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. അത് നമുക്കൊരു അടുത്ത ജനുവരി ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാൻ കഴിയും. കാർഡിയോളജിയുടെ തീർന്നു കഴിക്കുകയായിരിക്കും സെക്കൻഡ് ഫേസ്. അത് 36 കോടി രൂപ എല്ലാം തീർന്നു കിടക്കുകയാണ്. ഇനി ആക്യുപൻസ് വെച്ച് കിടന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ ആതുരാലയം നശിപ്പിക്കരുത്, അതിനെ തകർക്കരുത്, അതിനെ സംരക്ഷിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. എനിക്കും നിങ്ങൾക്കും. ഞാൻ പറയുന്നു, കോട്ടയത്തെ 1-2 മാധ്യമപ്രവർത്തകരെങ്കിലും മുതുവാതിരായ്ക്ക് പോയി അവിടുത്തെ സർജിക്കൽ സാഹചര്യം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ആളാണ് ഞാൻ. അത് പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അവിടുത്തെ പ്രസ് ക്ലബ്ബിൽ ചോദിച്ചാൽ പറയും. അവിടുത്തെ അതിവിദഗ്ധരായ ഡോക്ടർമാർ രാത്രി വന്നിട്ട് ഞാനും ബന്ധപ്പെട്ട് രക്ഷപ്പെടുത്തി ഇന്ന് ജീവനോടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെയാണ്. ആ സൗകര്യം നമ്മൾ തല്ലി തകർക്കാൻ ആരെയും അനുവദിക്കരുത്. ഞാനും പോകരുത്, വേറെ ആരും.